ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഒന്ന് എത്തിയത് കോയമ്പത്തൂർ കേട്ടോ, തമിഴ്നാട് ജില്ലയിലെ. അപ്പോൾ 5-6 മാസം മുന്നെയാണ് ഞാൻ കോയമ്പത്തൂർ എത്തിയത്. അപ്പോൾ ഇന്ന് വന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് മോളി ഫിഷ് ഫാമാണ്. മോളി ഫിഷ് ഫാമിന്റെ വീഡിയോ യൂട്യൂബിൽ ഉണ്ടാവില്ല, എൻ്റെ യൂട്യൂബ് ചാനലും ഉണ്ടായിരിക്കില്ല, വളരെ വിരളമായിരിക്കും ഉണ്ടായിരിക്കും. ഉണ്ടാവും തന്നെ ഒരു ഫാമിലി ഒന്നോ രണ്ടോ വെറൈറ്റി മോളീസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ ഏകദേശം ഒരു 10-25 വെറൈറ്റി മോളികളുണ്ട്. നമ്മൾ അക്വേറിയം ഷോപ്പിലൊക്കെ മോളി കണ്ടിട്ടായി, അതൊന്നും അല്ല ശരിക്കും മോളി എന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റി, പല തരത്തിലുള്ള, പല വെയിൽറ്റൈൽ ആയിട്ടുള്ളത്, നല്ല നമ്മുടെ കൊയ്ക്കാർപ്പിന്റെ ഒക്കെ ആ ഒരു ടൈപ്പും, ഗോൾഡ് ഫിഷിന്റെ ടൈപ്പ് ആയിട്ടുള്ള മോളികൾ നമ്മളെ ഈ ഒരു ഫാമിലുണ്ട്. പിന്നെ നമ്മളെ ഗപ്പികൾ, ഷിമ്പ്, ക്രാഫിഷ്, അതൊക്കെ ഇവിടെ ഈ ഒരു ഫാമിലുണ്ട്. അപ്പോൾ ഞാൻ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെറൈറ്റി ഫിഷ് ഫാം വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യാം. ഓക്കെ, പേരെന്താ? ദിർഷാദ്. നമ്മള് ഫാമിന്റെ പേര് DK അക്വ. അപ്പൊ എത്ര വെറൈറ്റി മോളികളുണ്ട്? ഒരു 25-26 വെറൈറ്റി. 26 വെറൈറ്റി മോളി. ഞാൻ പറഞ്ഞില്ല, 26 വെറൈറ്റി മോളികൾ. നമ്മളിപ്പോ ഓരോ ഫാമിലേക്ക് പോയി 1-2 വെറൈറ്റി മോളികളെ നമ്മൾ ഹൈബ്രിഡ് കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ മോളികളെ പ്രത്യേകത പുറത്തുനിന്ന് വരുന്ന മോളികൾ, ഇമ്പോർട്ട് വരുന്നത്. അപ്പോൾ 1-1.5 മോളികളാണ് ഓരോന്ന്. നമ്മൾ അത്ഭുതപ്പെട്ടു, അത്ര ഞെട്ടിക്കുന്ന മോളികളാണ്. പിന്നെ മോളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗപ്പീസ് വെറൈറ്റി ഗപ്പികൾ, ഒരു 5-6 വെറൈറ്റി. പിന്നെ ഒരു 4-5 വെറൈറ്റി പിന്നെ ക്രാഫിഷ്. അപ്പൊ നമുക്ക് ആദ്യം ആ വെറൈറ്റി ആയിട്ടുള്ള മോളികളിനെ ആദ്യം നോക്കി നോക്കാം. മോളികൾ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഗപ്പികളിൽ ഏറ്റവും കൂടുതൽ ഭംഗി മെയിലിനാണ്. പക്ഷെ മോളികൾക്ക് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത് ഫീമെയിലിനാണ്. പിന്നെ കുറച്ചുകൂടി ഏജ് കൂടുന്തോറും മോളിക്ക് ഭംഗി കൂടും. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇൻബ്രീഡിങ് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് കാലം നമുക്ക് അതിന് ബ്രീഡിങ് എടുക്കാം അല്ലെ. മറ്റുള്ള നമ്മളെ ഗപ്പികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 3 ബാച്ച് കഴിഞ്ഞാൽ മാറ്റി ചെയ്യണം. പക്ഷെ മോളിസിന് അങ്ങനെയൊന്നല്ല, മാറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് തന്നെ ഒരുപാട് ആ ഒരു ക്വാളിറ്റി, പേരൻസിന് എങ്ങനെയാണ് ആ ക്വാളിറ്റി തന്നെ നമുക്ക് സെയിം ക്വാളിറ്റി തന്നെ പ്രൈസും ഇറങ്ങി കിട്ടുന്നുണ്ട്. ആ ഷേപ്പ് കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ കിട്ടും. അപ്പൊ എന്താ ഇർഷാദല്ലേ പേര്? ഇർഷാദിനെ അപ്പൊ നമുക്ക് മോളിക്ക് എന്താ താല്പര്യം? മോളോട് അത് കുറച്ചായിട്ട് താല്പര്യം അതിലാണ്. അല്ല, എങ്ങനെ ഫാം എവിടെ ഇത്രയും വെറൈറ്റി മോളി എവിടെയും കണ്ടിട്ടില്ല. ഇല്ല, ഞാനത് ചെന്നൈയിൽ ഒരു സ്ഥലത്ത് പോയപ്പോ പുള്ളി ഒരു വെറൈറ്റി എടുത്തു വെച്ചേക്കണ കണ്ടു. പക്ഷെ അവിടെ ഒരു വെറൈറ്റി ഉള്ളൂ. ആ ഒരു വെറൈറ്റി ചെയ്ത അത് ഇപ്പോഴല്ല, ഒരു 10 വർഷം മുമ്പാണ്. ഞാനപ്പോ അത് കണ്ട് എടുക്കണോന്നൊരു ആഗ്രഹം തോന്നി. പുള്ളിയുടെ ഒരു വെറൈറ്റി എടുത്തു ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് എടുക്കണോന്ന് തോന്നി. അങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ തപ്പി 1-2 വെറൈറ്റി കോണ്ടാക്ട് ചെയ്തു. പിന്നെ അങ്ങനെ എടുത്തു തുടങ്ങിയതാണ്. നമ്മൾ മോളി ഇവിടുന്ന് മൊത്തമായിട്ടില്ല, ചില്ലറ മാത്രം, ചില്ലറ ക്വാളിറ്റിയിൽ ഹോൾസെയിൽ ചെയ്യുന്നില്ല, ചില്ലറായിട്ട് പെയർ മാത്രം കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് മോളിസുകൾ നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മോളികൾക്ക് മാത്രമായിട്ടൊരു ഫാം. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഞാൻ എത്തുന്നത്. ഏകദേശം 10-25 വെറൈറ്റി മോളികളുണ്ട്. അത് 1-1.5 മോളികൾ, നമ്മൾ ഇതുവരെയും കാണാത്ത പല ടൈപ്പിലുള്ള മോളി. അത് 1.5 സംഭവമാണ്. അപ്പോൾ നമ്മൾ ബാക്കിൽ കാണുന്നതൊക്കെ ചെറിയ ബേസിനിലാണ് ഇവിടെ വളർത്തുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫിഷിന്റെ ക്വാണ്ടിറ്റി നോക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ ബാക്കിൽ കാണുന്ന ഇതാണോ സംഭവം അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫിഷ് എങ്ങനെയാണ് അതാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബേസിലാണ് നമ്മൾ പ്ലാറ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീടിന്റെ ആ ഫ്രണ്ടിൽ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ അകത്തുണ്ട്, നമുക്ക് അവിടെ എവിടെയും പോയി നോക്കി നോക്കാം. അപ്പോൾ അവിടെ ബേസിൽ ഓരോ തട്ടായിട്ട് ഉള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. വീടിന്റെ അകത്താണ് ഇപ്പൊ ചെയ്യുന്നത്. 2 റൂമിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മളെ മോളികൾ. അപ്പോൾ ഓരോ ഐറ്റം മോളികളും ഓരോ ബേസിലാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഓരോന്നും ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ മൊത്തമായിട്ടില്ല, ചില്ലറ ആയിട്ടുള്ള കൊടുക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ബേസിൽ, അപ്പോൾ ഓരോന്നും ക്വാളിറ്റി ബേസിലാണ് ഇവിടെ ചെയ്യുന്നത്. ഗപ്പികളായാലും ഈ മോളികളായാലും ഷിമ്പായാലും ഒക്കെ അതാണ്. അപ്പോൾ അതിലാണ് ഇത്ര ചെറിയ പാത്രങ്ങൾ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള, ഇതുവരെ ആരും കാണാത്ത സംഭവങ്ങളാണ് ഈ കാണാൻ പോകുന്നത്, മോളി വെറൈറ്റീസ്. അത് നമുക്ക് ആദ്യം എടുത്തിട്ട് ബാക്കിയുള്ള ഫിഷസ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമ്മളെ മോളികളിനെ നമുക്ക് നോക്കി നോക്കാം. ആദ്യം എടുക്കാൻ പോകുന്നത് നമുക്ക് പ്ലാറ്റിനം വൈറ്റ്. ഇത് പ്ലാറ്റിനം വൈറ്റ് ക്രിസ്റ്റലൈ. ആ കണ്ണ് അങ്ങനെ ബ്ലൂ ഷെയ്ഡിൽ കണ്ണ്. ഇനി സൈസ് ആവും, കുറച്ച് ഏജ് ആവും സൈസ്. ഇത് നമുക്ക് ഒരു സെക്കൻഡ് ബ്രീഡിംഗ് ഒക്കെ സൈസ്, ഒരു 5 മാസം 6 മാസം പ്രായമുള്ള സൈസ്. ബ്ലൂ ഐ നമുക്ക് സ്റ്റേബിൾ ലൈനേജ് ആണ് ബ്ലൂ ഐസിന്റെ. ബ്ലൂ ഐ നമുക്ക് എല്ലാം ബ്ലൂ ഐസും ക്രിസ്റ്റലൈയും ആണ് ഇതിൽ നിന്ന് ഇറങ്ങി കിട്ടുന്നത്. ഫീമെയില് മെയില് നമുക്ക് ഈസിയാണ് അറിയാനായിട്ട്. ഷോർട്ട് ബോഡി ആകുമ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ ഒന്നും അറിയത്തില്ല. നമുക്ക് സൈഡ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഫിന്ന് കാര്യങ്ങൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മെയിൽ ഫീമെയിൽ അറിയാൻ പറ്റും. ഇത് നമുക്കിപ്പോ ഇമ്പോർട്ട് വന്നതാണ്, റീസെന്റ് ഇമ്പോർട്ട് വന്ന ഫിഷ് ആണ്. ഇത് സക്കൂറയുടെ ബ്ലൂ ഐ തന്നെ വരുന്നത്, ഫീമെയിൽ ആണത്. ഇത് ഫുൾ സൈസ് ആണ്. അത് ലേറി ടെയിൽ ആണ് വരുന്നത്. ലേറി ടെയിൽ.
അത് നല്ല രസമുള്ള വെറൈറ്റി ആണ്. നല്ല ഡോട്ട്, ഓറഞ്ച് ഡോട്ട് വരുന്ന ടൈപ്പ്. ഓറഞ്ച് ഡോട്ട് ആയിരിക്കും. സ്റ്റേബിൾ ലൈൻ ആണത്. കറക്റ്റ് സ്റ്റേബിൾ ലൈൻ ആണ്. ഇത് നമുക്ക് ഇലക്ട്രിക് ബ്ലൂവിന്റെ ലേറി ടൈൽ ഷോർട്ട് ബോഡിയാണ്. ബ്രീഡ് ആയതാണ് നമുക്ക്. ഷോർട്ട് ബോഡി ലേറി ടൈൽ ആണ്. ഇത് സ്റ്റേബിൾ ആണ്. നമുക്ക് കളർ ഒരു 20% നമുക്കൊരു വേറെ ഷെയ്ഡിൽ ഇറങ്ങും. ഒരു ബാക്കിയൊക്കെ നമുക്ക് ഡാർക്ക് ആയിട്ട് തന്നെയാണ് നമുക്ക് ഇറങ്ങി കിട്ടുന്നത്. പിന്നെ നമുക്കിപ്പോ ഇതിന്ന് നമുക്കൊരു പുതിയൊരു വെറൈറ്റി ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ തന്നെ ആൽബിനോ ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൽബിനോ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നടന്നുകൊണ്ടിരിക്കും. ഇന്ത്യയില് വേൾഡില് ഫസ്റ്റ് ടൈമാണ് ആൽബിനോ ഇറങ്ങിയത്. ഇത് നമുക്ക് ഫുൾ ബ്ലാക്കിന്റെ ലേറി ടൈൽ ഷോർട്ട് ബോഡി ലേറി ടൈൽ. ഇത് സ്റ്റേബിൾ ലൈൻ ആണ്. നമുക്ക് ആ ടൈല് നമുക്കൊരു റൗണ്ട് ഷേപ്പില് നമുക്ക് മറ്റേതൊക്കെ റൗണ്ട് ടൈലാണ്. നമുക്ക് ഇതൊരു ലേറി പോലെ. ഇത് നമുക്ക് സ്റ്റേബിൾ ലൈൻ ആണ്. നമുക്ക് മാർക്കറ്റിൽ കുറെ സ്ട്രെയിൻ ഇറങ്ങുന്നുണ്ട് ഫുൾ ബ്ലാക്കിന്റെ. ബട്ട് അത് എന്തോരം സ്റ്റേബിൾ ആണെന്നുള്ളത് അറിയത്തില്ല. പക്ഷെ നമുക്ക് ഇത് ഇവിടെ സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇത് അവരുടെ പ്രൈസ് ആണ്. നമുക്ക് ഇവിടെ ഇറങ്ങി കിട്ടിയേക്കണ പ്രൈസ് ആണ്. നമുക്ക് ഏകദേശം ബ്രീഡിങ് ഞാൻ അങ്ങനെ കേജ് വെച്ചിട്ട് ബ്രീഡിങ് എടുക്കലില്ല. ഇതിപ്പോ ജസ്റ്റ് ഒരു ഫീമെയിൽ ബ്രീഡായി കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഫോക്സ് ടെയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. കുഞ്ഞവിടെ സാധാരണ ഞാൻ ബ്രീഡിങ് കേജ് വെച്ചിട്ട് എടുക്കല് പരിപാടി ഇല്ല. ഞാൻ നിലവില് നമ്മുടെ നോർമലായിട്ട് തന്നെ വെച്ചിട്ട് അവരെങ്ങനെയാണ് കുട്ടികൾ ഇറങ്ങി കിട്ടണേ അതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തെടുക്കല. അപ്പൊ ബ്രീഡിങ് കേജ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി സ്ട്രെസ് കൂടും. പിന്നെ ഇറങ്ങണ പ്രൈസ് മൊത്തം നമുക്ക് ഡെഡ് ആയിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങി കിട്ടും. പിന്നെ അടുത്ത സെക്കൻഡ് ബ്രീഡിങ് നമുക്ക് ചിലപ്പോ കിട്ടണമെന്നില്ല. സ്ട്രെസ്സില് കാര്യങ്ങൾ ആ ഒരു സ്ട്രെസ് അവർക്ക് എപ്പോഴും ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ റിലീസ് ചെയ്ത് വിട്ടേക്കാം. പ്രൈസ് നമ്മൾ കാണുമ്പോ അതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തെടുക്കല. എണ്ണം ഞാൻ ക്വാണ്ടിറ്റി കുറച്ചാണ് ചെയ്യണം. പക്ഷെ ക്വാളിറ്റിയിലാണ് ഫോക്കസ് ചെയ്യണം. അപ്പൊ അത് കാരണം എനിക്ക് എണ്ണത്തില് ഇതില്ല, പ്രാധാന്യമില്ല. ഞാൻ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്ലാറ്റിനം മാർബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ്. പ്ലാറ്റിനം മാർബിൾ അതായത് വൈറ്റ് ബേസിൽ ബ്ലാക്ക് ഡോട്ട് വരുന്ന പോലത്തെ. അതായത് മെയിലാണ്. കുറച്ച് ഡാർക്കിഷ് ആണെന്നുള്ളൂ ആള്. അവർക്ക് ബ്ലാക്കിഷ് ഇച്ചിരി കൂടുതലാണെന്നുള്ളൂ. ബട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങി കിട്ടണ പ്രൈസ് നമുക്ക് സ്റ്റേബിൾ ആണ്. ഇതിൽ നിന്ന് ചെറിയൊരു പെർസെന്റേജ് ഫുൾ വൈറ്റ് ഇറങ്ങും. ബട്ട് അത് പോകെ നമുക്കത് ഡോട്ട് കയറി വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇറങ്ങി കിട്ടിയാൽ അങ്ങനെയാണ്. വൈറ്റ് കണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ സൈസ് ആവുമ്പോഴത്തേക്കും അത് ബ്ലാക്ക് ഡോട്ട് കയറുന്നുണ്ട് ബോഡിയിലേക്ക്. പിന്നെ മെയിലിന്റെ ഇതിൽ ഇറങ്ങണില്ല. ഫീമെയിലിന്റെ ആ ഒരു ഇതിൽ തന്നെയാണ് പ്രൈസ് എല്ലാം ഇറങ്ങി കിട്ടുന്നത്. ഇത് നമുക്ക് ഗ്രീൻ ഹൾക്ക് എന്ന് പറയും. ഗ്രീൻ ഹൾക്ക് കളർ കുറച്ച് ബ്ലാക്കിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഗ്രീൻ പിഗ്മെന്റ് ഫുൾ ആയിട്ട് കയറി. ഇനിയും സൈസ് ആവുമ്പോഴത്തേക്കും നല്ല ഡാർക്കിഷ് ആയിട്ട് കയറും. ഇതിപ്പോ ഇവിടെ ഇന്ത്യയിൽ കുറവാണ്. വളരെ അപൂർവ ആൾക്കാരിൽ മാത്രമാണ് ഹൾക്ക് ഉള്ളൂ. ഹൾക്ക്. ഇത് ട്രിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി. ട്രിക്കോ ഒരു യെല്ലോ വിത്ത് ബ്ലാക്ക് ഇതിൽ വരുന്ന ടൈപ്പ് ട്രിക്കോ. നല്ല വെറൈറ്റി ആണ്. നമുക്ക് സ്റ്റേബിൾ ആണത്. ഇതിൽ നിന്ന് നമുക്ക് ലേറി ടൈൽ ഇറങ്ങി കിട്ടലുണ്ട്. ഇതിപ്പോ റൗണ്ട് ടൈൽ ആണ്. നമുക്ക് ലേറി ടൈൽ നമ്മുടെ അടുത്ത് ഇറങ്ങി കിട്ടലുണ്ട്. നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ലേറി ടൈൽ ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നല്ലൊരു വെറൈറ്റി ആണ് കാണാൻ. നല്ല രസമുള്ളതാണ്. ഇതിന് ബ്ലൂ ഐസും ഇറങ്ങി കിട്ടുന്നുണ്ട്. ബ്ലൂ ഐയും വരുന്നുണ്ട്. ബ്ലാക്ക് ഐന്ന് നമുക്ക് ബ്ലൂ ഐ ഇറങ്ങി കിട്ടുന്നുണ്ട്. ഇത് ഫുൾ ഗോൾഡിന്റെ ഗോൾഡ് ഐ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി. ലോങ് ബോഡി ആണത്. എനിക്ക് ഗോൾഡ് ഐയില് ഷോർട്ട് ബോഡി കിട്ടാത്ത കാരണമാണ് ഞാൻ ലോങ് ബോഡി എടുത്തത്. ഇത് കുറച്ച് അന്വേഷിച്ചിട്ട് കിട്ടിയ വെറൈറ്റി ആണ്. ഗോൾഡ് ഐ കുറച്ച് റയർ ആണ്. ലേറി ടൈൽ കുറച്ച് ഫെയറി പോലെ ഇരിക്കുന്ന ടൈപ്പ് ആണ്. ഇയർ കാര്യങ്ങൾ കുറച്ച് ലെങ്തില് വരുന്ന ടൈപ്പ്. ഇത് നമുക്കിപ്പോ കാണിക്കണ കൊടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് ട്രയോ ആയിട്ടാണ് ഉള്ളത്. ട്രയോ ആയിട്ട് തന്നെ ഉള്ളത്. രണ്ട് ഫീമെയിൽ ഒരു മെയിൽ. മെയിൽ അത് ചെറിയ സൈസ്. അത് ഫുൾ സൈസ് ആണ് മെയിലിന്റെ. മാക്സിമം സൈസ് ആണ് മെയിലിന്റെ. അതൊരു ചില വെറൈറ്റീസിൽ മാത്രം മെയിൽ അത്ര സൈസേ വരത്തുള്ളൂ. ഇത് ലോങ് ബോഡി സ്റ്റേബിൾ ആണ്. കളറും നമുക്ക് സ്റ്റേബിൾ ആണ്. ബട്ട് നമുക്ക് ഐ ഷെയിൻ വരുമ്പോ നമുക്ക് 3 ടൈപ്പ് വരും.
3-4 ടൈപ്പ് വരുന്നുണ്ട്. ബ്ലാക്ക് ഐ കിട്ടും, ബ്ലൂ ഐ കിട്ടും, പിന്നെ ഗോൾഡ് കിട്ടും, പിന്നെ ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ആയിരിക്കും വരുന്നുണ്ട്. ഇത് പ്ലാറ്റിനം സീബ്രയുടെ ലേറി ടെയിൽ ഷോർട്ട് ബോഡിയാണ്. ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അവര്. ഇത് നമുക്ക് മെയില് നമുക്ക് ഇവിടെ ബ്രീഡിങ്ങിന് നമുക്ക് അത്ര ബുദ്ധിമുട്ട് കാര്യങ്ങളില്ല. നമുക്ക് ഫസ്റ്റ് ഇമ്പോർട്ട് വരുന്ന ഫിഷുകൾ ഫസ്റ്റ് നമ്മുടെ ഇവിടെ ക്ലൈമറ്റും കാര്യങ്ങളായിട്ട് സെറ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഏകദേശം ഒരു 3 to 4 മാസം വരെ നമുക്ക് ഇവിടെ സെറ്റിൽ ആവാൻ ടൈം എടുക്കും. ചില ഫിഷുകൾ 1 വർഷം വരെ എടുക്കും. പക്ഷെ എന്നാലും നമുക്ക് ബ്രീഡായി കിട്ടുന്നുണ്ട്. നമ്മുടെ കണ്ടീഷനിങ് പോലെ ഇരിക്കും ഫിഷ് ബ്രീഡായി കിട്ടല് കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്കിവിടെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ബ്രീഡിങ് കിട്ടുന്നുണ്ട്. എല്ലാ ഫിഷും നമുക്കിവിടെ ബ്രീഡായി കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല നമുക്കിവിടെ ബ്രീഡായി കിട്ടും. കാരണം നമുക്കിവിടെ ലൈറ്റ് ആയിട്ടൊരു വെള്ളമാണ് നമ്മളിവിടെ വരുന്നത്. നമുക്ക് ഇവിടെ എല്ലാത്തിനും ആ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യണത്. നമുക്കിവിടെ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ബ്രീഡിങ്ങിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇമ്മ്യൂണിറ്റി ഇവർക്ക് ഗപ്പീസിനായാലും ഇമ്മ്യൂണിറ്റി ഉള്ള ഫിഷസാ. നല്ല ഇമ്മ്യൂണിറ്റി. നമുക്ക് ആൽബിനോസിന് പോലും നല്ല ഇമ്മ്യൂണിറ്റിയാണ്. ഒരു കുഴപ്പമില്ല. നമുക്കിവിടെ വെയില് തണുപ്പൊന്നും ഒരു പ്രശ്നമില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട്. ബ്രീഡ് ആയി കിട്ടുന്നുണ്ട് നമുക്കിവിടെ. ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ബ്രീഡ് ആയി കിട്ടുന്നുണ്ട്. നമുക്കിവിടെ കാരണം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ ആയതാണ്. നമ്മുടെ ഇവിടെ ക്ലൈമറ്റിൽ അഡോപ്റ്റ് ആയി പോവാണ് ഫിഷസ് എല്ലാം. ഒരു കുഴപ്പമില്ല. നമുക്കിവിടെ ബ്രീഡിങ് കിട്ടും. ഈസി ആയി. അവര് കൊണ്ടുപോകണവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് കണ്ടീഷനിങ് ചെയ്യാം. മാക്സിമം ലൈഫ് ഫീഡ് കാര്യങ്ങള് ഫുള്ള് കൊടുക്കണമെന്നല്ല, ഒരു നേരമെങ്കിലും ലൈഫ് ഫീഡ് മസ്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ തന്നെ അവരുടെ ഒരുവിധം ബ്രീഡായി കിട്ടാനുള്ള ഫിഷസ് ഒക്കെ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ. ഫ്രൈസും നല്ല ഹെൽത്തി ആയിരിക്കും ലൈഫ് ഫീഡ് കൊടുക്കുമ്പോൾ. ഞാനിവിടെ മൊയിന ഫീഡ് ചെയ്യലുണ്ട്. പിന്നെ ഗ്രിൻഡൽ വാം ഫീഡ് ചെയ്യലുണ്ട്. പിന്നെ ഫ്രൈസിനാണെങ്കിൽ ചില സമയത്ത് നമുക്കിവിടെ ടൂബി ഫിക്സ് വാം അവൈലബിൾ ആയിരിക്കും. നമുക്ക് അതും ഞങ്ങൾ ഫ്രൈസിന് ഫീഡ് ചെയ്യലുണ്ട്. ഫ്രൈസ് അപ്പൊ ഗ്രോത്ത് പെട്ടെന്ന് കാണിക്കും നമ്മൾ ടൂബി ഫിക്സ് വാം കൊടുക്കുമ്പോൾ. ലൈവ് ഡ്രൈവ് അല്ല, നമുക്ക് ലൈവ് നമുക്ക് ഇവിടെ ചില സമയത്ത് മാസത്തിൽ ഒരു തവണ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് കൾച്ചർ സെയിൽ ചെയ്യലുണ്ട്. നമുക്ക് ക്വാണ്ടിറ്റി അധികം വരുമ്പോൾ നമ്മ സെയിൽ ചെയ്യലുണ്ട്. ഇപ്പൊ എൻക്വയറി ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാം. ടൂബി ഫിക്സ് ആകുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാം. നമുക്ക് കൊറിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ടൂബി ഫിക്സ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതെ. അത്രയും കൾച്ചർ നമുക്ക് ഒന്ന് ഇവിടെ നിലവിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് വാട്ടർ ഫ്ലോയിങ് സിസ്റ്റം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കണ്ടെയ്നറിലേക്ക് വെള്ളം നിറച്ചിട്ട് അതിൽ നിന്ന് ഫ്ലോ ചെയ്യണ നമ്മ ഫിൽട്ടർ ചെയ്യണ സിസ്റ്റമാണ് നമ്മ നിലവിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ബേസിനിൽ നല്ല രീതിക്ക് എയറേഷൻ സെറ്റ് ചെയ്തിട്ട് ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യണമല്ല ഒരു സിസ്റ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് നിന്ന് നോക്കോളും. പിന്നെ അവർക്ക് ഫീഡ് ചെയ്യണം മസ്റ്റ് ആയിട്ട്. നമുക്ക് സാധാ നമ്മുടെ ഫിഷ് ഫുഡ് ഉണ്ടല്ലോ, താഴത്തേക്ക് പോണ ടൈപ്പ് ഫിഷ് ഫുഡ്, അത് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചിട്ട് അതിന്റെ മേളിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അവർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും. പിന്നെ തല്ലിത്തേങ്ങയുടെ അല്ല ബദാം ലീഫ്, അത് ഇതേപോലെ അവർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് സർവൈവ് ആയിക്കോളും. അവർക്ക് സർവൈവ് ആവാനായിട്ടുള്ള ഇത് അതൊക്കെയാണ്. പിന്നെ മാക്സിമം പ്ലെയിൻ അടിയിൽ എന്തെങ്കിലും സ്പോഞ്ചോ അല്ലെങ്കിൽ മെറ്റൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിടിച്ചിരിക്കാനായിട്ടുള്ള ഇതും പിന്നെ വേറെ കൾച്ചറായി പോകാനായിട്ടുള്ള ഒരു ഇതും അവർക്ക് കിട്ടും. നമുക്കിപ്പോ അവൈലബിൾ ആണ്. നമുക്കതൊരു 500 റേഞ്ച് ആണ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കതൊരു ക്വാണ്ടിറ്റി ആണ്, ഒരു പാക്കറ്റ് ക്വാണ്ടിറ്റി ആണ്. 500 തുടങ്ങിയത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഓൾ ഇന്ത്യ എന്നല്ല, നമുക്കിവിടെ കൊറിയർ ചെയ്യണതിന് കുറച്ച് പരിധികളുണ്ട്. നമുക്ക് കേരള, തമിഴ്നാട്, ബാംഗ്ലൂരാണ് നമുക്കിപ്പോ നിലവിൽ ഇവിടുന്ന് കൊറിയർ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതായത് കാരണം ടൂബി ഫിക്സ് ആയത് കാരണം നമുക്ക് ഈ ഒരു ഇതിലേക്ക് നമുക്ക് അയക്കാൻ പറ്റും. 1 ദിവസം കൊണ്ട് കിട്ടുന്ന രീതിക്ക് നമുക്ക് ചെയ്യാം. നമുക്ക് മാക്സിമം 1 ദിവസമൊക്കെ വെള്ളത്തില് നമുക്ക് കൊറിയർ അയക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ദിവസം കൊണ്ട് എത്തുന്നവർക്കൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. കേരളത്തിലേക്കൊക്കെ നമുക്ക് 1 ദിവസം കൊണ്ട് മാക്സിമം എത്തും. നല്ല രീതിക്ക് പാക്ക് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ദിവസം കൊണ്ട് ലൈവായിട്ട് തന്നെ അവരുടെ കയ്യിലേക്ക് എത്തിക്കോളും ഫിഷസ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇർഷാദ് പറഞ്ഞിട്ടില്ല ടൂബി ഫിക്സ് വേം, അത് പലർക്കും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അറിയില്ല. നമ്മുടെ തമിഴ്നാട്ടിൽ അത് വ്യാപകമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലൊരു പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നതും ഒരുപാട് നമ്മൾ അധികം കണ്ടിട്ടില്ല മുടിനാര് പോലുള്ള ആക്ടിവിറ്റീസ് നമ്മളിപ്പോൾ വീഡിയോ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഇർഷാദ് ഇവിടെ ചെയ്യുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കൾച്ചർ ചെയ്യാൻ പറ്റും. അതെ, ചെയ്യാൻ പറ്റും. അത് ഇവിടെ ആ കൾച്ചർ ഇവിടുന്ന് അവൈലബിൾ ആണ്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എവിടുന്നാണ് ടൂബി ഫിക്സ് വേമിന്റെ കൾച്ചർ എവിടുന്നാണ് കിട്ടുക. പക്ഷെ നമ്മളെ ഇർഷാദിന്റെ കയ്യിലുള്ളത് അത് നമ്മളെ കേരളം, തമിഴ്നാട്, ബാംഗ്ലൂർ അവർക്കൊക്കെ ഓൾ ഇന്ത്യ കൊറിയർ ആയിട്ട് അവൈലബിൾ
അവൈലബിൾ ആണ്. അത് ലൈവ് ആയിട്ടുള്ളത് നമ്മൾ പല വീഡിയോ നമ്മൾ തായ്ലാൻഡിലെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ കുറച്ച് മാത്രമേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ഇർഷാദിന്റെ കയ്യിൽ ഇപ്പോൾ അത് അവൈലബിൾ ആണ്. അത് എങ്ങനെ പാക്കിംഗ് ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നത്? നമുക്ക് ഒരു പാക്കറ്റ് ക്വാണ്ടിറ്റി ആണ് അങ്ങനെ അയച്ചു കൊടുക്കണേ. പിന്നെ നമ്മൾ വീട്ടിൽ സെറ്റ് ആക്കി വെക്കണം അതല്ലേ? സെറ്റ് ആക്കണം. അപ്പോൾ അത് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനും ആ 2 Big Film ആദ്യമായിട്ടാണ് കാണുന്നത്. അത് സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ മൊയിനെ പോലെ തന്നെ ഒക്കെ അല്ല അല്ല എത്ര പ്രോട്ടീൻ കണ്ടന്റ്? പ്രോട്ടീൻ അത്യാവശ്യം 70% അത്ര ഉണ്ട്. പറയുന്നുണ്ട്. ഓ 70% ഉണ്ട്. കറക്റ്റ് എത്രയുള്ളതെന്ന് അറിയത്തില്ല. നമുക്ക് ലൈവ് ആയതാണ് കറക്റ്റ് എത്രയാണെന്ന് അറിയത്തില്ല. ഡ്രൈ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ശരിക്കും നമുക്ക് ഏതൊക്കെ പ്രൈസിന് കൊടുക്കാം? നമുക്ക് മോളീസിന് കൊടുക്കാം, ബെറ്റാസിന്, ഗപ്പീസിന്, ഒരുവിധപ്പെട്ട ബെറ്റാസിന്റെ പ്രൈസിനും കൊടുക്കാം. കഴിക്കും. ഒരു 1.5 മാസം പ്രായപ്പെട്ടുള്ള പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും അല്ലേ? പെട്ടെന്ന് ഗ്രോത്ത് കയറും. സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഓഫീസേഴ്സിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് പെട്ടെന്നായിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് 1 മാസം കൊണ്ട് കിട്ടുന്ന ഗ്രോത്ത് ഒക്കെ നമുക്ക് ഒരു 2-3 ആഴ്ച കൊണ്ടൊക്കെ സാധനം ഗ്രോത്ത് കയറി വരും. നല്ല റിസൾട്ട് ആണ് ഫുഡ് 2 Big Film. അപ്പൊ നമുക്ക് ഇനി അടുത്ത കുറച്ചുകൂടി മുകളിൽ നോക്കാം അല്ലെ? നോക്കാം. സീബ്ര, പ്ലാറ്റിനം സീബ്രയുടെ ലെയർ ടെയിൽ ഷോർട്ട് ബോഡി ആണ്. നമുക്കത് മെയിൽ വരുന്നത് നമുക്ക് ഷോ ക്വാളിറ്റി മെയിലാണ്. നല്ല ഷോർട്ട് ബോഡിയിലാണ് മെയിൽ ഇരിക്കുന്നത്. നമുക്ക് ഷോ ക്വാളിറ്റി ആണ് മെയിൽ വരുന്നത്. ഫീമെയിലും മെയിലിന് എത്തും ഫീമെയിൽ തന്നെയാണ്. നല്ല ഷോർട്ട് ബോഡി തന്നെയാണ്, നല്ല ലെങ്ത്തിൽ തന്നെയാണ് ലെയർ റീറ്റെയിൽ വന്നേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ബ്രീഡിങ്ങിലും കൗണ്ട് കുറവായിരിക്കും. നമുക്ക് ആൽബിനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്രീഡിങ്ങിൽ ഒരു 10 പീസൊക്കെയാണ് മാക്സിമം കിട്ടുന്നത്. പിന്നെ സെക്കൻഡ് ബ്രീഡിങ് തേർഡ് ബ്രീഡിങ്ങിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല കൗണ്ട് കിട്ടണം. ഒരു 30 തുടങ്ങി മേപ്പോട്ടേക്ക് നമുക്ക് കൗണ്ട് കിട്ടും. അത് ഫിഷിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് കൗണ്ടില് വ്യത്യാസം വരും. ഇത് ലെപ്പേഡ്. നമുക്കിത് സ്റ്റേബിൾ ലൈനേജ് ആണ്. ഒരു 90% സ്റ്റേബിൾ ആണത്. 90% സ്റ്റേബിൾ ആണ്. ഷോർട്ട് ബോഡി സ്റ്റേബിൾ ആണ് അവരില്. നമുക്കൊരു 10% നമുക്കൊരു ബ്ലാക്ക് ഇറങ്ങി കിട്ടുന്നുണ്ട്. 10%. അത് നല്ല രസം. അതും ഷോർട്ട് ബോഡിയിൽ തന്നെയാണ് ആ ബ്ലാക്കും നമുക്ക് ഇറങ്ങി കിട്ടുന്നത്. ഇത് സൺകിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി. ഇത് ഈ വെറൈറ്റി കണ്ടിട്ട് ആൾക്കാർ നോർമൽ മോളിയാണെന്ന് വരെ തെറ്റിദ്ധരിക്കുന്നത്. അതല്ല. നമുക്ക് നോർമൽ മോളീസിൽ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഒരു വൈറ്റ് സ്ട്രൈപ്പ് പോലെ പോകും. അത് നമുക്കിപ്പോ അക്വേറിയം ഷോപ്പിലൊക്കെ പോണവർക്ക് അറിയാൻ പറ്റും. നോർമൽ മോളീസിന്റെ കളർ കാര്യങ്ങൾ ബോഡിയിൽ ഒരു വൈറ്റ് സ്ട്രൈപ്പ് പോലെ ഉണ്ടാവും ഓറഞ്ചിന്. ബട്ട് ഇത് ഡാർക്കിഷ് ആയിരിക്കും. ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ് വന്നത്. റൗണ്ട് ടെയിൽ ആണ്, ഷോർട്ട് ബോഡിയാണ്. ഇത് ഡാർക്ക് ചോക്കോ വെയിൽ ടെയിൽ. ആൽബിനോയാണ്. ഇത് പുതിയൊരു സൈഡാണ്. അൽബിനോയാണ് വെറൈറ്റി. ഇതിവിടെ ഇന്ത്യയില് 1-2 ബ്രീഡേഴ്സിന്റെ ഉള്ളു. അത് ഹീറ്റർ വെച്ചേക്കണത് ഇപ്പോ നമുക്ക് റീസെന്റ് വന്ന ഫിഷാണ്, ഇമ്പോർട്ട് വന്ന ഫിഷാണ്. ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആണ്. നമുക്ക് സെയിലുണ്ട്. ഇത് വന്നത് നമുക്ക് പ്ലാറ്റിനം മാർബിളിന്റെ ഫെയറി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഫെയറി നല്ലൊരു വെറൈറ്റി ആണ്. കാണാൻ നല്ല രസമാണ്. ടോപ്പ് വ്യൂ കാര്യങ്ങൾ സൈഡ് വ്യൂ ആണെങ്കിലും കാണാൻ നല്ല രസമുള്ള വെറൈറ്റി. ക്രിസ്റ്റൽ ഐ ആണ് വരുന്നത്. ക്രിസ്റ്റൽ ബ്ലൂ ഐ വരുന്നത്. നല്ലൊരു വെറൈറ്റി ആണ്. നല്ല ലെങ്തില് ഇത് വരും. ഇയറും ടെയിലും പോലെ വരും. ലേറി ടെയിൽ പോലെ ഇരിക്കും. ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. ഫെയറി എന്ന് പറഞ്ഞിട്ടൊരു ഇത് പ്ലാറ്റിനം സീബ്രയുടെ വെയിൽ ടെയിൽ. ഇതും ബ്ലൂ ഐ ആണ് വരുന്നത്. ബ്ലൂ ക്രിസ്റ്റൽ ഐ തന്നെയാണ് വരുന്നത്. നമ്മ നേരത്തെ കണ്ടായിരുന്നു പ്ലാറ്റിനം വൈറ്റിന്റെ ലേറി ടെയിൽ. പ്ലാറ്റിനം സീബ്രയുടെ ലേറി ടെയിൽ. ഇത് അതിന്റെ തന്നെ വെയിൽ ടെയിൽ വരുന്ന ടൈപ്പ്. ഇതില് നമുക്ക് ഈ വെയിൽ ടെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റൗണ്ട് ടെയില്, ലേറി ടെയില്, ഫെയറി ഒക്കെ എല്ലാ ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി കിട്ടുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി ആണ്. സ്റ്റേബിൾ ലൈനേജ് ആണ് അത്. ഫ്രണ്ട്സ്, നമ്മളൊരു 10-15 വെറൈറ്റി മോളീസിനെ നമ്മൾ നോക്കി. ഇനി നോക്കാൻ പോകുന്നത് നമ്മൾ ഗോൾഡ് ഫിഷ് റാഞ്ചോ ആയിട്ടുള്ള അല്ലെ, റുക്കിൻ ഗോൾഡ്. അതിൻ്റെ ഒക്കെ വയറെന്ന് പറഞ്ഞാൽ നല്ല സൈസ് ആയിരിക്കും. അതേ സൈസിൽ നമ്മൾ മോളി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സാധാരണ അങ്ങനെ അത്രയും കാരണം ഗോൾഡ് ഫിഷിൽ മാത്രം അങ്ങനെ ഒരു സൈസ് കണ്ടിട്ടുള്ളൂ. നമ്മളെ മോളിലും ഇപ്പം അങ്ങനെ ഒരു വെറൈറ്റി ഇപ്പോൾ നമ്മൾ ഇർഷാദിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് നോക്കി നോക്കാം. അതാ നോക്കാം. ഇതാണ് ആ സംഭവം അല്ലേ? ശരിക്കും ഗോൾഡ് ഫിഷിനെ കണ്ടത് വയർ അത്രയും ബൾജ് ചെയ്തിട്ട് അത് നല്ല ഷോർട്ട് ബോഡിയിൽ നിൽക്കണ അത്രയും റൗണ്ട് ഷേപ്പിലെ. ഇത് നമുക്ക് ആൽബിനോ ഗോൾഡൻ സീബ്ര എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഇതല്ലേ?
ഇതിപ്പോ നമുക്ക് ഇമ്പോർട്ട് വന്നിട്ടുള്ളൂ. ഇപ്പൊ വന്നിട്ടുള്ളൂ. നമുക്കിപ്പോ ഒന്നേ കിട്ടിയുള്ളൂ. നമുക്കില്ല, നമുക്ക് അടുത്ത ഷിപ്മെന്റിൽ നമുക്ക് വരുന്നുണ്ട്. മെയിൽ ഫീമെയിൽ ഒക്കെ കിട്ടും. ഇല്ല, നമുക്കിപ്പോ വന്നിട്ടുള്ളൂ. ഇന്നലെ വന്നുള്ളൂ. നമുക്ക് നല്ലൊരു വെറൈറ്റി ആണ്. ഇവിടെ ആരുടെയും കയ്യിൽ അങ്ങനെ ഇല്ല. ഇത് സീബ്ര. മറ്റേത് നമ്മൾ കണ്ടത് പ്ലാറ്റിനം സീബ്ര. ഇത് സീബ്ര, നോർമൽ സീബ്ര. റൗണ്ട് ടൈൽ ആണ്. ഇതിന്റെ മെയില് നമുക്ക് ഈ ഫിലിപ്പീൻ ഷോയിലേക്ക് വേണ്ടിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കണ മെയില. ഇതിന് നമുക്ക് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫിലിപ്പീനിലെ ഓൺലൈൻ ഷോയിലാണ് നമുക്ക് കൂടുതൽ. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് അയച്ചിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഫിഷ് എടുക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 10-20,000 രൂപ ഒരു സിംഗിൾ ഫിഷ് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ നോക്കണേന് വേറെ പൈസ, ഫുഡിന് വേറെ പൈസ, അങ്ങനെ ഇതാകുമ്പോ നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗപ്പീസിന്റെ ഒക്കെ ഷോ നടക്കണുണ്ടല്ലോ ഓൺലൈൻ, അതേപോലെ തന്നെ നമുക്ക് മോളീസിനും ചെയ്യാൻ പറ്റും. അതിന് പറ്റിയ മെയിലാണ് അത്. നമുക്കിപ്പോ സെയിൽ ചെയ്യണമെങ്കിൽ നമുക്കത് കൊടുക്കാനും പറ്റും. ഇത് ആൽബിനോ വെറൈറ്റി ആണ്. ആൽബിനോ സോഫ്റ്റ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി. നല്ലൊരു വെറൈറ്റി ആണ്. നല്ല ആക്റ്റീവ് ഫിഷ് ആണ്. നമുക്ക് ബ്രീഡ് ചെയ്യുമ്പോ ഒരു ഫീമെയിലിന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫീമെയിലിന് ഇത്ര മെയിൽ വേണം അങ്ങനെയൊന്നുമില്ല. ഇല്ല, നമുക്ക് നോർമൽ ആയിട്ട് തന്നെയാ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് സക്കുറ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ്. ആൽബിനോയാണ്. നമ്മ ആദ്യം ഒരു സക്കുറ കാണിച്ചായിരുന്നു, അത് ബ്ലൂ ഐസിൽ വന്നതാണ്. ഇത് നമുക്ക് ആൽബിനോയിൽ വന്നതാ. നല്ല ഷോർട്ട് ബോഡിയാണ്. രണ്ട് നല്ല ഷോർട്ട് ബോഡിയില്, ഫീമെയിലും മെയിലും നല്ല ഷോർട്ട് ബോഡിയാണ്. ഇത് റെഡ് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി. റെഡ് ഹെഡ് നമ്മുടെ കോയി ഗപ്പി വരുന്ന പോലെ ഹെഡില് മാത്രം ഒരു റെഡ് ഷെയ്ഡ് വരുന്നത്. റെഡ് ഹെഡ് എന്ന് പറയും, ട്രൈ കളർ സീബ്ര എന്നും പറയും. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിഷ് ആണ്. അല്ല, നമുക്കിത് ഇമ്പോർട്ട് വന്ന ഫിഷ് ആണ്. തായ് ലൈനേജ് ആണത്. ഇത് ഫുൾ ബ്ലാക്കിന്റെ വെയിൽ ടെയിൽ. അതിന്റെ വെയിൽ ടെയിൽ നല്ലൊരു വെറൈറ്റി ആണ്. നല്ല ലെങ്തില് ടെയിലും ഇയറും നല്ല ലെങ്തിൽ വരും. ടെയിലിന്റെ അവിടെ വരെ ഏകദേശം അതിന്റെ ഇയർ വരുന്നത് നമുക്ക് ടെയിലിനോട് അടുത്ത ഇത് തന്നെ വരും. ഇത് ഏജ് ആവാം. ഇത് ലെമൺ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി. ലെമൺ ഹെഡ് ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. നല്ലൊരു വെറൈറ്റി ആണ്. റീറ്റെയിലിൽ തന്നെ നല്ല ഷോർട്ട് ബോഡി. ഇതൊക്കെ നമുക്കിപ്പോ അടുത്ത് വന്നതാണ്. അതിപ്പോ നല്ല ലൈനേജ് നോക്കിയിട്ട് വന്നതുകൊണ്ടുവന്ന ലൈനേജാണ്. നമ്മളിപ്പോ ഈ മോളി ഗപ്പി തമ്മിൽ വ്യത്യാസം എന്താ വരുന്നത്? നമുക്ക് മറ്റേ ഗപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 ബ്രീഡിങ് വരെ നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ ആ ഒരു പാരന്റ് ക്വാളിറ്റിയിൽ. പക്ഷെ നമുക്ക് മോളീസ് അങ്ങനെയല്ല. നമുക്ക് ഒരു സിംഗിൾ പാരന്റ് വെച്ചാണെങ്കിൽ നമുക്ക് എന്തോരം ബ്രീഡിങ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് അതിൽ നിന്ന് ഒരു ഔട്ട് കാര്യങ്ങൾ അങ്ങനെ ഒന്നും വരത്തില്ല. ആ ഒരു ക്വാളിറ്റി അങ്ങനെ പാരന്റ് ക്വാളിറ്റി എന്താണോ ആ ഒരു സെയിം ക്വാളിറ്റി തന്നെ ആയിരിക്കും പ്രൈസിന് വരുന്നത്. അതിപ്പോ എന്തോരം ബ്രീഡിങ് പോയാലും മാക്സിമം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഇത് കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഏകദേശം ഗപ്പി പോലെ തന്നെയാണ്. ഒരു തവണ മീറ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പ്രാവശ്യം നമുക്ക് ആദ്യങ്ങളും കുഞ്ഞിന് മീൽ ആവശ്യം. ബട്ട് നല്ല ഇതിൽ തന്നെ ക്വാളിറ്റിയിൽ തന്നെ പ്രൈസ് ഇറങ്ങി കിട്ടും. എന്തോരം പ്രായമായാലും നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ പ്രൈസ് ഇറങ്ങി കിട്ടുന്നുണ്ട്. ക്വാളിറ്റിയിൽ ഗപ്പീസിലെ പോലെ ക്വാളിറ്റിയിൽ മാറ്റം വരിക, കളറിൽ ഇത് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ വന്നില്ല, മോളീസിൽ വന്നില്ല. എന്താണോ ആ പാരന്റിന്റെ ക്വാളിറ്റി, ആ കളർ സെയിം കളർ തന്നെ നമുക്ക് പ്രൈസിൽ ഇറങ്ങി കിട്ടലുണ്ട്. അത് എന്തോരം പോയാലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ഇവിടെ കുറവാണ്. ഇത് നമുക്ക് നിലവിൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് വന്നതാണ്. തായ്ലാന്റ്, വിയറ്റ്നാം, ഫിലിപ്പീൻ ഈ 3 സ്ഥലത്തു നിന്നാണ് ഞാൻ മെയിൻ ആയിട്ട് ഫിഷസ് എടുക്കല്. അവരുടെ ലൈനേജ് തന്നെയാണ് കയ്യിൽ കീപ്പ് ചെയ്യണത്. സ്റ്റേബിൾ ലൈൻ നോക്കി സെലക്ട് ചെയ്ത് എടുത്തോണ്ടൊന്ന് ബ്രീഡ് ചെയ്യിക്കില്ല ഞാനിപ്പോ. നല്ല നമുക്ക് സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുവന്നാലും ഇപ്പൊ എന്റെ അടുത്ത് വേറൊരാൾ വാങ്ങിയാലും പുള്ളിക്കും ആ ഒരു ഇതിൽ തന്നെ സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇറങ്ങി കിട്ടണമല്ലോ. അപ്പൊ അത് കാരണം ഞാൻ സ്റ്റേബിൾ ലൈൻ നോക്കി കൊണ്ടുവന്ന് തന്നെ വാങ്ങില്ല.
ഇത് ആൽബിനോ പ്ലാറ്റിനം വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി. നമ്മ ഫസ്റ്റ് കണ്ടില്ലേ ക്രിസ്റ്റൽ ഐ ബ്ലൂ ഐ, അതിന്റെ തന്നെ ആൽബിനോ വെറൈറ്റി ആണത്. ആൽബിനോ എന്നത് ആൽബിനോ ഇപ്പൊ മുമ്പ് നമുക്ക് ഇവിടെ കിട്ടായിരുന്നു, ഇപ്പൊ നമുക്ക് ഇപ്പൊ കോമൺ അല്ല. പ്ലാറ്റിനം വൈറ്റ് കോമൺ ആയ പോലെ ഇതിപ്പോ കോമൺ അല്ല, നമുക്ക് കുറച്ച് അവൈലബിലിറ്റി കുറവാണ്. ആൽബിനോ അതിന്റെ പേരിലായിരിക്കാം. 1-2 ബ്രീഡേഴ്സിന്റെ അടുത്ത് മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. ഇത് ആൽബിനോ പ്ലാറ്റിനം ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റിയാണ്. പ്ലാറ്റിനം ഗോൾഡ്, ഗോൾഡിന്റെ തന്നെ ഒരു ആൽബിനോ വെർഷൻ ആണ്. ആ, നല്ലൊരു വെറൈറ്റി ആണത്. മെയില് നല്ല ആക്റ്റീവ് ആണ്, നല്ല ഷോർട്ട് ബോഡി. അല്ല, നമുക്ക് ഗപ്പീസ് പോലെ അല്ല, കുറച്ച് ടൈം എടുക്കും. മാക്സിമം ഒരു 30 to 35 ദിവസം. ഗപ്പീസ് നമുക്ക് 28 to 30 ദിവസത്തിനുള്ളിലാണ്. ഇവര് ഒരു 10 ദിവസം കൂടി കൂടുതൽ എടുക്കൽ കണ്ടിട്ടുണ്ട് ഞാൻ. കഴിക്കും, അങ്ങനെ ഓവറായിട്ട് ഗപ്പി കഴിക്കണമല്ല കഴിക്കത്തില്ല. കാരണം ഗപ്പി ഫ്രൈസ് എന്ന് പറയുമ്പോ ചെറിയ ഫ്രൈസ് ആയിരിക്കും. ഇത് അത്യാവശ്യം വലിയ സൈസിലാണ് നമുക്ക് ഫ്രൈസ്. അപ്പൊ അത് കാരണം ഒരു കഴിക്കല് കുറവായിരിക്കും. പിന്നെ വലിയ സൈസ് ഫീമെയിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഫുള്ള് കഴിച്ചെന്നൊക്കെ ഇരിക്കും. ഇതും ഒരു സക്കുറ വെറൈറ്റി ആണ്. സക്കുറ വെറൈറ്റി തന്നെയാണ്. ഇത് വലുതായി കഴിയുമ്പോ ഇനിയും കാണാൻ നല്ല രസമായിരിക്കും. ഇതിപ്പോ നമുക്ക് ചെറിയ ജോനൽ സൈസ് ആണത്. ഇത് നമുക്ക് ഇവിടെ ഇറങ്ങി കിട്ടിയ കുഞ്ഞുങ്ങളാണ്. പാരന്റ് കൊണ്ടുവന്നപ്പോ നമ്മൾ സ്റ്റേബിൾ അല്ല എന്നുള്ളൊരു ഇതിലായിരുന്നു ഇരുന്നത്. പക്ഷെ പ്രൈസ് ഇറങ്ങി കഴിഞ്ഞപ്പോ നമുക്ക് സ്റ്റേബിൾ ആണ്. പാരന്റിന്റെ ആ സെയിം ക്വാളിറ്റി സെയിം കളറിൽ തന്നെ നമുക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. സ്റ്റേബിൾ ആയിരിക്കും. അത് ഇനി ഫുള്ളായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് കവർ ആവും ബോഡിയിലേക്ക്. അത് വയറിന്റെ ഭാഗത്തൊക്കെ വൈറ്റ് ആയിരിക്കും. ഹെഡ് ടെയിലിന്റെ പകുതി വരെയൊക്കെ നമുക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് കവർ ആവും. ഒരു പ്ലാറ്റിനം സീബ്ര എന്നൊക്കെ ഉള്ള ഒരു സക്കുറ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണത്. ഇത് നമുക്ക് ആൽബിനോ വെറൈറ്റി ആണ്. ആൽബിനോ പ്ലാറ്റിനം സീബ്ര എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അവരുടെ തന്നെ കുഞ്ഞുങ്ങളാണത്. കുഞ്ഞുങ്ങൾ കഴിക്കല കാര്യങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. നമുക്ക് ആ കിട്ടിയ കൗണ്ട് അങ്ങനെ തന്നെ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ബ്രീഡിങ് ആയിരുന്നു, അതാണ് നമുക്ക് കൗണ്ട് കുറച്ചാ കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ സെക്കൻഡ് ബ്രീഡിങ്ങിന് അടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫിഷ്. സ്റ്റേബിൾ ആണത്. ലേറി ടെയിൽ വരുന്നതാണ്, ഷോർട്ട് ബോഡിയാണ്. നമുക്ക് മോളീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏജ് ആവുന്നതനുസരിച്ചാണ് ഇവരുടെ കളറും ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോഴും അറിയാൻ പറ്റും. അവര് നമുക്കൊരു 5 മാസത്തിന് മേപ്പോട്ട് പ്രായം വരണം. ഒരു 6 മാസം 7 മാസം ഒരു 8 മാസം മാക്സിമം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പിലേക്ക് എത്തും. നല്ല കളറായിരിക്കും ഫിഷിന്. അപ്പൊ ആ ഒരു സൈസിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൗണ്ടും അത്യാവശ്യം നല്ല രീതിക്ക് കൗണ്ട് കിട്ടും. പ്രൈസ് നല്ല രീതിക്ക് കൗണ്ട് കിട്ടും. പാരന്റും നല്ല രസത്തിലേക്ക് മാറും. അതായത് ആ കളറ് ഡാർക്ക്നെസ് ആയിരിക്കും. പിന്നെ ഷേപ്പ് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വരും. നല്ല രസമായിരിക്കും ആ ഒരു സൈസിലേക്ക് എത്തുമ്പോൾ കാണാനായിട്ട്. നമുക്കൊരു 2 to 2.5 വർഷം അത്രയൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് നോക്കണ പോലെ ഇരിക്കും, കീപ്പ് ചെയ്യണ പോലെ ഇരിക്കും ഇവരുടെ ലൈഫ്. മാക്സിമം വാട്ടർ ചേഞ്ച് പ്രോപ്പറായിട്ട് കൊടുക്കുക, ഫീഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുക. അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഫിഷ് ഒരു 2-2.5 വർഷം വരെ സുഖമായിട്ട് പോകും. മോളി വെറൈറ്റീസ് കഴിഞ്ഞു. ഇതിപ്പോ അടുത്തത് സോഡാണ്. സോഡ ഒരു വെറൈറ്റി ചെയ്യുന്നുണ്ട്. സോഡ് വെറൈറ്റി. ഇത് ബെർലിൻ സോഡിന്റെ വെയിൽടെയിലാണ്. ബെർലിൻ സോഡ് താഴെ മെയിൽ. അത് ലേറി ടെയിൽ നമുക്ക് മോളിൽ കണ്ട പോലെ ലേറി ടെയിൽ പോലെ തന്നെ അത് മെയിലിനാണ് വരുന്നത്. അങ്ങനെ കാരണം നമുക്ക് വെയിൽ ടെയിൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. മെയില് ലേറി ടെയിലും ഫീമെയില് വെയിൽ ടെയിലും ചെയ്യണത്. അപ്പൊ നമുക്ക് വെയിൽ ടെയിലിന് എണ്ണം കൂടുതൽ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഇതൊക്കെ പോലെ ഇറങ്ങി കിട്ടില്ല. സോഡി വെറൈറ്റി ആണ്. പിന്നെ നമുക്ക് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തിന്റെ അടുത്ത് ആൽബിനോ ബ്ലഡ് റെഡ് കൊടുക്കാനൊക്കെ ഉണ്ട്. അടുത്തത് നമുക്ക് ഗപ്പീസ് ആണ്. ഗപ്പി നമ്മൊരു 4-5 വെറൈറ്റി ചെയ്യണുള്ളൂ. ആദ്യത്തെ നമുക്ക് പ്ലാറ്റിനം വൈറ്റ് ഡംബോ. നമ്മുടെ പ്ലാറ്റിനം റെഡ് അതിന്റെ തന്നെ ഒരു വൈറ്റ് വന്നിട്ട് ടെയിലൊക്കെ വൈറ്റ് വന്നിട്ട് നല്ല ഇയർ ക്വാളിറ്റി ഉള്ളതാണ്.
നമുക്ക് ഗപ്പിക്ക് എങ്ങനെ മാർക്കറ്റ് റേഞ്ച് വരും ഇപ്പൊ ഇതിന്? ഗപ്പീസ് ഇതിപ്പോ വൈറ്റ് ഡംബോ ആകുമ്പോൾ 300. അപ്പൊ ഇതെങ്ങനെ ഒരു മാർക്കറ്റ് റേഞ്ച് ഒക്കെ ഇതിന്? ഇതൊരു 300 to 350 റേഞ്ച് വരുന്നത്. ഇത് നമ്മുടെ ജാഗ്വർ അല്ലേ? അപ്പൊ ഇത് ഈ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല നമ്മളെ ഗപ്പികൾക്ക്? ഇല്ല, നമ്മുടെ ഇവിടുത്തെ വെള്ളമായിട്ട് ഓക്കെയാണ്. ഇതെങ്ങനെ മാർക്കറ്റ് റേഞ്ച് വരുന്നത്? ഇതൊരു 150 to 200 റേഞ്ച് വരെ. ഇത് പുതിയ വെറൈറ്റി ആണ്, പുതിയതായിട്ട് ഇറങ്ങിയ വെറൈറ്റി ആണ്. സാന്റാക്കോയി എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ബോഡിയാണ്. നല്ലതാണ്, നല്ല ക്യാപ്പ് ഉണ്ട്. ഇയർ അത് ചെറിയ രീതിക്ക് ഇയർ കാണിക്കണം. ഗോൾഡ് ഷെയ്ഡില് ഇതിപ്പോ 500 to 600 റേഞ്ച്. പുതിയ സ്ട്രെയിൻ ആയത് കാരണം നമുക്ക് ആ റേഞ്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഫുൾ ബ്ലാക്ക് ടൈൽ ക്വാളിറ്റി ഉണ്ട്. ഇതൊരു 2.5 to 3 മാസം പ്രായം തന്നെ ഉണ്ടാവുള്ളൂ. അത്ര ആയിട്ടുണ്ടാവുള്ളൂ. അത് ലൈവ് ഫീഡാണ് കൊടുക്കുന്നത്. ഐ സൈസ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. സെയിം സൈസ്. നല്ല ടൈല് നല്ല ഇതിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അധികം ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല, നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയെ ചെയ്യുന്നുള്ളൂ. ഇത് നമ്മുടെ HP റെഡിന്റെ ഷോർട്ട് ബോഡി. ഷോർട്ട് ബോഡി വരുന്നത് ചെറിയ ടൈപ്പാണ്. നമുക്ക് ഷോർട്ട് ബോഡി ഉണ്ട്, സൂപ്പർ ഷോട്ടും നമുക്ക് വരുന്നുണ്ട്. രണ്ടും അതിൽ തന്നെ ഇറങ്ങി കിട്ടണുണ്ട്. ഇതിൽ തന്നെ വരുന്നുണ്ട്. ബലൂൺ ടൈപ്പായി നമുക്ക് ടോപ്പ് വീഡിയോ കാണുമ്പോ നല്ല ഷോട്ടാണ് അവര്. ഇത് നമ്മുടെ ശ്രീലങ്കൻ വൈറ്റ്. നമ്മുടെ പഴയ സ്ട്രെയിനാണ്. ഫീമെയില് കുറച്ച് ഇതായിരിക്കും, കളറും കുറവായിരിക്കും. മെയിലാണ് നല്ല വൈറ്റ് കളറിൽ വരുന്നത്. ഫുൾ ബ്ലാക്ക് നമ്മ ഒരു 100 to 200 റേഞ്ചിലാണ് സെയിൽ. അത് ഏകദേശം ഒരു 200 to 300 റേഞ്ച്. ശ്രീലങ്കൻ വൈറ്റ് നമ്മ ഒരു 50 രൂപ തുടങ്ങി ഒരു 150 രൂപ റേഞ്ച്. ഇനിയിപ്പോ ഷ്രിമ്പ് ആണോ? കുറച്ച് വെറൈറ്റി, ഒരു 4 വെറൈറ്റി ഷ്രിമ്പ് ചെയ്യാനുണ്ട്. ആദ്യം നമ്മുടെ ഗോൾഡൻ ബാക്ക് യെല്ലോ. ടോപ്പിയാണ്, നല്ല രസമുള്ള റേറ്റ് ആണ്. പ്ലാന്റ് ചെയ്തിട്ടാണ്, ഫുഡ് വേണ്ട. എന്നാലും പെല്ലറ്റ് കൊടുക്കണം, നല്ലതാണ്. ഇത് 30 to 35 റേഞ്ച് പീസ് റേറ്റ്. ഇത് നമ്മുടെ ചോക്കോ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട്. ബോഡി നല്ല ബ്ലാക്ക് പോലെയാണ് ഇരിക്കണം. അത് ഒരു ചോക്കോ ഷെയ്ഡാണ് വരുന്നത്. നല്ല ബോഡി തിക്നെസ് വരുന്നത്, നല്ല തിക്നെസ് വരുന്ന ടൈപ്പാണ്. കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ ഇതില്. ഇത് നമുക്ക് പീസ് 25 to 30 റേഞ്ച്. ഇതില് നമ്മുടെ ചെറിയ റെഡ് എന്ന് പറഞ്ഞിട്ട്. പഴയ ചെറിയ റെഡ് വെറൈറ്റി. ഇല്ല, കുറവാണ്. ഇപ്പൊ എല്ലാരും ഫയർ റെഡ്, ബ്ലഡി മേരി അതിന്റെ പറയും. ഇത് ഒരു 10 to 20 രൂപ പെർ പീസ്. ഇത് നമ്മുടെ സ്നോ ബോൾ എന്ന് പറഞ്ഞിട്ട് പറയും. ഇതിപ്പോ കോമൺ അല്ല, ഇപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യാനില്ല സ്നോ ബോൾ. കുറച്ചുപേരെ ചെയ്യണുള്ളൂ. നല്ല ഷ്രിമ്പ് ചെയ്യണവരും സൈസ് വെക്കില്ല. ഈ സൈസ് ഒരു വൈറ്റ് ട്രാൻസ്പെറന്റ് ബോഡി പോലത്തെ കളറിലാണ്. ഇത് കുറച്ച് റേറ്റ് വരുന്ന വെറൈറ്റി ആണ്. നമുക്ക് പീസ് 40 രൂപ തുടങ്ങി 50 രൂപ റേഞ്ചാ വരുന്നത്, മാർക്കറ്റ് റേഞ്ച് വരുന്നത്. ഇത് നമ്മുടെ പ്ലാറ്റിനം മാർബിളിന്റെ കുട്ടികള്. ഇവിടെ ബ്രീഡ് ആയതാണ്.
ഇത് ഒറ്റ ഒന്നിൽ വിടായതാണോ? ഒറ്റ ബാച്ചിൽ ഒറ്റ ബാച്ച് തന്നെ. അതെ. അത് ആ ഫീമെയിൽ കുറച്ച് ഇതുണ്ട്, സൈസ് ഉള്ള ഫീമെയിൽ. നമുക്കെല്ലാം മാർബിൾ ആയിട്ട് തന്നെയാണ് ഇറങ്ങി കിട്ടിയേക്കണത്. ആ വൈറ്റ് കാണുന്നതും നമുക്ക് അതിലിപ്പോ ഡോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ഡോട്ട് കയറും. നമുക്ക് ഇറങ്ങുന്ന പ്രൈസിൽ ഡോട്ട് കാണാൻ പറ്റും. പക്ഷെ ചിലത് നമുക്ക് ഇതേപോലെ വൈറ്റ് ആയിട്ട് കാണുന്നുണ്ട്. അത് ഈ ഒരു സൈസിൽ ഇപ്പൊ ഞാൻ പിന്നെ അത് നോക്കുമ്പോ അതിനകത്ത് എനിക്ക് ഡോട്ട് കാണുന്നുണ്ട്. ബ്ലാക്ക് ഡോട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കയറി വരുന്നുണ്ട് അവർക്ക്. ഇതിലുണ്ട്. ഇത് നമ്മുടെ പ്ലാറ്റിനം സീബ്രയുടെ പ്രൈസ് ആണ്. ഇത് ഏകദേശം അതേപോലെ തന്നെ സ്റ്റേബിൾ ആണ്. അത് നമ്മുടെ പ്ലാറ്റി ബലൂൺ പ്ലാറ്റി ബലൂൺ പ്ലാറ്റി നമുക്ക് ഉണ്ടാവും. അത് നമുക്ക് 30 to 40 രൂപ റേഞ്ച് പെയറിന്. ഡ്രമ്മിലൊക്കെ നല്ല രീതിക്ക് ആവുന്നുണ്ട്. വേറൊരു ഹൈലൈറ്റ് എന്താ വെച്ചാ നല്ല വെള്ളത്തിലല്ല ചെയ്യണത്, ഞാനിവിടെ ഉപ്പുവെള്ളത്തിലാണ് ചെയ്യണത്. മൊയിന കൾച്ചർ നമുക്ക് ഇവിടെ ഉണ്ട്. നമ്മ അതൊരു 30 to 50 രൂപ റേഞ്ച്. മറ്റേ ഇതിലിടണം ബലൂൺ പ്ലാറ്റി പാരന്റൽ. ജൂനിയർ സൈസ് ആണ് ഇപ്പൊ കൊടുക്കാനുള്ള. നമുക്ക് ജൂനിയർ സൈസ് ഉണ്ട് കൊടുക്കാം. ഇങ്ങനെ ഇത്രയും ടൈപ്പ് ആയിട്ട് വരൂലേ? ബലൂൺ ടൈപ്പ് ആയിട്ട്. ഇതാരും ഫുൾ സൈസ് ഇതുവരെ കണ്ടിട്ടില്ല. ഫുൾ സൈസ് നമ്മളടുത്ത് ഫുൾ സൈസ് ഉള്ളവർ കൊടുക്കൂല. അതെ, രസമുള്ള വെറൈറ്റി ആണല്ലോ, നല്ല രസമുള്ള വെറൈറ്റി. നമുക്ക് ക്രൈഫിഷ് നോക്കാം. ഇത് പിങ്ക് അല്ലേ? നല്ല കളർഫുൾ ആണല്ലോ. ഈ സൈസ് ഉള്ളതാ കൊടുക്കാനുള്ളത്? ഈ സൈസ് നമുക്കുണ്ട്. കൺഫേം പെയർ ആണോ അതോ പീസ് ആയിട്ടാണോ? നമുക്ക് കൺഫേം പെയർ കൺഫേം പെയർ ആയിട്ട് കൊടുക്കാം. മെയിൽ ഫീമെയിൽ ആയിട്ടുണ്ട്. പിന്നെ അതല്ല പീസ് കണക്കാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവും. എങ്ങനെ വരും ഇത് പീസിനൊക്കെ? പീസ് 110 to 200 റേഞ്ച് വരുന്നു. പീസ് റേറ്റ്. അത് കൺഫേം പെയർ ആകുമ്പോൾ കൺഫേം പെയർ ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. നമുക്കൊക്കെ ചില്ലറ ആയിട്ടല്ലേ ഉള്ളൂ? ചില്ലറ. ഇത് ഗോസ്റ്റ് വെറൈറ്റി ആണ്. റെഡ് ഗോസ്റ്റ് അല്ലേ? റെഡ് ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ കളർ വരുന്നതാണ്. ഇത് വൈറ്റും ഒരു റെഡ് ഷെയ്ഡും. ഇതെങ്ങനെ മാർക്കറ്റ് റേഞ്ച് വരും പീസിനൊക്കെ? നമുക്ക് സെയിം റേറ്റ് തന്നെ. അതേ റേറ്റ് കൺഫേം പെയർ ഉണ്ടാവില്ലേ? കൺഫേം പെയർ ഉണ്ടാവും. ഇത് നമ്മുടെ റെഡ് വെറൈറ്റി. ഓറഞ്ച് അല്ല, റെഡ് ആണ്. അത് സെയിം റേറ്റ് തന്നെയാണ്. ഇല്ല, നമുക്ക് പിങ്ക് പെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. ബാക്കിയൊക്കെ കളർ നമുക്ക് ഏകദേശം സെയിം റേറ്റ് ഉണ്ട്. പീസ് ഉണ്ടാവും, കൺഫേം പെയർ ഉണ്ടാവും. പീസ് ഉണ്ടാവും, കൺഫേം പെയർ ഉണ്ടാവും. നല്ല രസം. ഇത് പുതിയൊരു വെറൈറ്റി ആണ്. പർപ്പിൾ കളറാണ്. അടിപൊളി, നല്ല കളർ അല്ലേ? ഇതെങ്ങനെ റേഞ്ച് വരും? ഇത് നമുക്ക് പീസ് വരുന്നത് ഒരു 250 to 500 റേഞ്ച്. ഒരു റേഞ്ച് വരുന്നുണ്ട്. കൺഫേം പെയർ ഉണ്ടാവും. കൺഫേം പെയർ പീസ് ഉണ്ടാവും. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഇത് മാർബിൾഡ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ്. ഇത് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് മെയില് വേണമെന്നില്ല ബ്രീഡ് ആവാനായിട്ട്. ചിലൊരു വെറൈറ്റിയിൽ അങ്ങനെ ഉണ്ട്. നമുക്ക് ഇത് ബ്രീഡ് ആവാനായിട്ട് മെയിലിന്റെ ആവശ്യം. മെയില് വേണ്ട, കുഞ്ഞുങ്ങളുണ്ടായിക്കോളും. നല്ല അത്യാവശ്യം കൗണ്ടും കിട്ടുന്നുണ്ട് ഈ വെറൈറ്റിന്ന്. ഇത് റേറ്റ് വ്യത്യാസം വരുന്നത് നമുക്ക് 180 to 250 രൂപ വരുന്നുണ്ട് പീസ്. കൺഫേം പെയറിന്റെ ആവശ്യമില്ല. ഒരു പീസ് നമുക്ക് 2 പീസ് ആണെങ്കിലും കൊണ്ടുപോയാൽ മതി. മെയിൽ ഫീമെയിൽ ആവണമെന്നില്ല നമുക്ക്. എല്ലാത്തിനും കുഞ്ഞുങ്ങളുണ്ടാവും. അത് മറ്റേ നമ്മുടെ ക്ലൗൺ ഫിഷിന്റെ ഒക്കെ പോലെ ഒരു ഇതാണ്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് മെയിൽ ആവാനും ഫീമെയിൽ ആവാനായിട്ടുള്ള ഒരു ഇത്. അപ്പൊ നിങ്ങൾ 2 പീസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ അതിനകത്ത് അതിൽ ഏതെങ്കിലും ഒരെണ്ണം മെയിൽ ആവും, ഏതെങ്കിലും ഒരെണ്ണം ഫീമെയിൽ ആവും.
അതെന്താ ഇർഷാദെ ഇതിന്റെ കുഞ്ഞുങ്ങളല്ലേ? ഇത് നമ്മുടെ ക്രൈഫിഷിന്റെ കുഞ്ഞുങ്ങൾ. ഓ വളരെ ചെറിയ. ഇത് എത്ര ദിവസം പ്രായമായതാ? ഇതിപ്പോ ഏകദേശം ഒരാഴ്ച പ്രായമായിട്ടുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ? നമുക്കൊരു ഒരു മാസമെങ്കിലും ആവണം. ഒരു മാസം കഴിയണം. ഫീമെയിലും മെയിലും തിരിച്ചറിയാൻ ഫീമെയിൽ തിരിച്ചറിയാൻ സൈസ് ആയിക്കാൻ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇത് ഏത് ഐറ്റത്തിന്റെ ആണ്? ഇത് മാർബിൾ എന്ന് പറഞ്ഞിട്ട്. മാർബിൾ നമ്മൾ നേരത്തെ ഫീമെയിലും മെയിലും അതിന്റെ കുഞ്ഞുങ്ങൾ. പിന്നെ ഇതെന്താ? ഇത് നമ്മുടെ ഫ്ലവർ ഓൺ. അതുകൂടെ ചെയ്യുന്നില്ലേ? ഫ്ലവർ ഓൺ ചെയ്യുന്നുണ്ട്. ഇത് ഏതാ ഫ്ലവർ ഓൺ? ഇത് F2 കംഫ. F2 കംഫ. അപ്പൊ ഇത് ഹെഡ് ആവുന്നുള്ളൂ? ഇതിപ്പോ ചെറിയ സൈസ് ആണ്, പാർട്ടീഷൻ സൈസ് ആണത്. പാർട്ടീഷൻ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോ മെയിലാ ഫീമെയിലാ അത് നമുക്ക് അറിയാനുള്ള സൈസ് ആയിട്ടില്ല. അപ്പൊ ഈ പീസിനൊക്കെ എങ്ങനെ ഒരു മാർക്കറ്റ് റേഞ്ച്? ഇത് നമുക്ക് 250 to 400 റേഞ്ച്. ക്വാളിറ്റിക്ക് അനുസരിച്ച് മാർക്കിംഗിന് അനുസരിച്ചാണ് പ്രൈസ് വ്യത്യാസം. ഇത് റെഡ് ബേസ് ആണ്, റെഡ് ബേസ് F2 കംഫയാണ്. അപ്പൊ ഇതിന്റെ ഹെഡ് ഉള്ളതായിട്ടുണ്ട് ഇവിടെ? ഇത് നമുക്ക് ഹെഡ് ഉള്ളതുണ്ട്. ഹെഡ് ഉള്ളല്ലേ? ഇത് ഏതാണ്? ഇത് SRD വെറൈറ്റി നോർമലായിട്ട് കാണുന്നത്. നോർമലായിട്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ ആൾക്കാർക്കും കൂടുതൽ താല്പര്യം SRD വെറൈറ്റി ഹെഡ് ഉള്ള വെറൈറ്റി. ഇതാകുമ്പോ കളർ നല്ല ഇതായിരിക്കും, ചെറിയ സൈസിൽ നല്ല കളർ കാര്യങ്ങൾ വരുന്നത്. മറ്റേന്ന് പറയുമ്പോ നമുക്ക് സൈസ് വന്നു കഴിയുമ്പോഴാണ് കളറും അവരുടെ ഹെഡ് കാര്യങ്ങൾ പൊട്ടൻഷ്യൽ കാണിക്കത്തുള്ളൂ. എങ്ങനെയായിരിക്കും റേഞ്ച് വരും മാർക്കറ്റിലൊക്കെ? ഇതിപ്പോ നമുക്ക് ഈ സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ SRD ഇത് ഇമ്പോർട്ട് ആണ്. നമുക്ക് ഈ ഒരു സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2500 to 3000 റേഞ്ച് വരും, ഇമ്പോർട്ടഡ് ആയതുകൊണ്ട്. ഇത് നമ്മുടെ തായ് സിൽക്കിന്റെ ഒരു വെറൈറ്റി ആണ്. തായ് സിൽക്കിന്റെ പ്ലാറ്റിനം തായ് സിൽക്ക് എന്ന് പറയും. ഇത് ഫീമെയിൽ ആണ്. നമുക്ക് ഹെഡ് അത്ര ഉണ്ടാവില്ല, ഫീമെയിൽ. കുറച്ച് റയർ ആണ് ഈ ഒരു കളർ വെറൈറ്റി കിട്ടാനായിട്ട്. അതെ. നമ്മളിതൊക്കെ കൊടുക്കാനുള്ള നമുക്ക് സെയിലിനായിട്ട്. ഇത് നമ്മുടെ മൈക്രോവോം. ഫ്രൈസിനൊക്കെ കൊടുക്കാൻ പറ്റിയ. ഇത് ഏതൊക്കെ പ്രൈസിനെ പറ്റിയ? ഇത് നമ്മുടെ ഗപ്പി, മോളി, സോട്ടയില്, പ്ലാറ്റി, അങ്ങനത്തെ അതിന്റെ ഫ്രൈസിനൊക്കെ കൊടുക്കാൻ പറ്റിയ ടൈപ്പ്. ബ്രെഡ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചത് അല്ലേ ട്രാക്കില്? എങ്ങനെയാ ഒരു കൾച്ചറിന്റെ മാർക്കറ്റ് റേഞ്ച് ഒക്കെ? ഇതൊരു 80 to 100 റേഞ്ച് വരും. നമുക്കിത് കൊറിയർ അവൈലബിൾ ആണ്. 2 ദിവസം കൊണ്ടൊക്കെ എത്തില്ല അതിപ്പോ? എത്തും. ഇതിലിട്ടിരിക്കുന്ന ബ്രെഡ് ആണ് മുകളിൽ കയറി ബഡ്സ് കൊണ്ട് കളക്ട് ചെയ്യും. വെള്ളത്തിലേക്ക് മുക്കിയ അവർക്ക് എയർ കിട്ടാൻ വേണ്ടിട്ട് കൊറിയർ എങ്ങനെ കൊറിയർ ചെയ്യാം? അല്ല, നമ്മ ഇത് മേളില് ഇത് മാറ്റും. ഇതുണ്ടാവൂല, നോർമൽ മൂടി വെച്ചിട്ടായിരിക്കും കൊറിയർ. അപ്പൊ എയർ കിട്ടണ്ട, അതെന്ന് വെച്ചാൽ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ കൊറിയർ ചെയ്യും. അപ്പൊ കുഴപ്പമൊന്നുമില്ല, എയർ ഉണ്ടാവും. എയർ ഉണ്ടാവും. 2 ദിവസം ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അത് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായി. ഒരു കൾച്ചർ പഠിച്ചാൽ നമുക്ക് ലൈഫ് ടൈം ആയി. നമ്മുടെ മൊയിനമായി തന്നെ. അതാണ് അതിന്റെ പ്രത്യേകത. കൊറിയർ ചാർജ് ഇൻക്ലൂഡിങ് വേറെ വരും? കൊറിയർ ചാർജ് വേറെ വരും. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 weeks ലൈഫ് ഇട്ടാണ് കൊടുക്കുക അല്ലെ? പിന്നെ ഗ്രിൻഡൽ വാമും കൂടി. ഉണ്ട്. അതെങ്ങനെ സംഭവം? അത് ഗ്രിൻഡൽ വാം അല്ലേ? ഗ്രിൻഡൽ വാം. ഇത് നമ്മളെ ബഡ്സ് എടുത്തിട്ട് കളക്ട് ചെയ്യണത്. ഓക്കെ. ഈ നൂല് പോലെ ഇരിക്കുന്നത് അതല്ലേ? ഇതൊന്ന് ചകിരിയാണോ അതില്? ഇതിൽ നമ്മുടെ ചകിരിച്ചോറ്. ഇതെങ്ങനെ ഗ്രിൻഡൽ വാമിന്റെ മാർക്കറ്റ് റേഞ്ച് വരും? ഗ്രിൻഡൽ വാം ഏകദേശം 80 to 100 റേഞ്ച്. അതേമാതിരി ബോക്സിൽ അയച്ചു കൊടുക്കുക? ബോക്സിൽ അയച്ചു. ഇത് കുറച്ച് നീളം കൂടുതൽ, ലെങ്ത് ഉണ്ടാവും. നമ്മുടെ ഗപ്പീസിനൊക്കെ കൊടുക്കാൻ പറ്റും, മോളീസിനൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് എന്ത് ഫുഡാണ് കൊടുക്കല്? ഇവർക്ക് നമ്മുടെ ഡോഗ് ഫുഡ്. അതാണല്ലേ? പെഡിഗിരി. അത് 5-6 ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ലൈഫ് ടൈം കൾച്ചർ കിട്ടും. എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം അതല്ലേ? ഒന്ന് ശ്രദ്ധിക്കണം, കാരണം നമുക്ക് ഈച്ചയും ഉറുമ്പ് കാര്യങ്ങളൊന്നും കേറാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അപ്പൊ നമുക്കിപ്പോ ബ്രെഡ് വേം, മൊയിന, ഗ്രിൻഡൽ വേം, പിന്നെ ടു ബി ഫിക്സ് കൾച്ചർ ഇത്രയും ഇവിടുന്ന് ലൈവ് ആയിട്ടുള്ള കൊടുക്കാറുണ്ട്.
പക്ഷെ ഇഷ്ടം ബെറ്റാസിന്റെ കാര്യം പറഞ്ഞോ. നമ്മിപ്പോ പുതിയതായിട്ട് അവതാർ ബെറ്റ മാത്രം അവതാറിന്റെ നമ്മൾ ആ സിനിമയിൽ കാണുന്ന ബെറ്റാസ് ഇറങ്ങിയിട്ടുണ്ട്. ബെറ്റാസ് ഇറങ്ങിയിട്ടുണ്ട്. അതെ, അത് മുമ്പേ ഉള്ളതാണ്. നമ്മിപ്പോ കുറച്ചും കൂടെ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഉള്ള പെർസെന്റേജ് കൂടുതൽ കിട്ടുന്ന വെറൈറ്റീസ്. അപ്പൊ നമ്മിപ്പോ പുതിയതായിട്ട് അത് പ്രീ ബുക്കിംഗ് അത് ബുക്ക് ചെയ്യാൻ പറ്റും. പ്രീ ബുക്ക് ചെയ്യാം. നമ്മൾ വിയറ്റ്നാം ലൈനേജ് ആണ്. അത്യാവശ്യം സ്റ്റെബിലിറ്റി കിട്ടുന്ന ലൈനേജ്, പെർസെന്റേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. അടിപൊളി പാറ്റേൺസിലാണ്. നമുക്ക് HM ഹാഫ് മൂൺ വെറൈറ്റിയും വരുന്നുണ്ട്, ഫ്ലക്കാട്ട് വെറൈറ്റി, രണ്ട് വെറൈറ്റി പ്രീ ബുക്കിംഗ് ഉണ്ട്. നമ്മ പ്രീ ബുക്കിംഗ് ബേസിലാണ് എടുക്കുന്നത്. അപ്പൊ ഇർഷാദ് എന്താ അടിപൊളി സംഭവമായിട്ടോ. മോളിസ് നല്ല വെറൈറ്റി സൂപ്പർ ആയിട്ടുള്ള എന്താ രസം. നമ്മൾ എത്ര കണ്ടാലും മതിയാത്തൊരു സംഭവമാണ് നമ്മുടെ മോളികൾ. പഴയ കാലത്ത് അക്വൈൻ ഷോപ്പിലൊക്കെ ചെറിയ ചെറിയ മോളികൾ ഉണ്ടായി, നല്ല ബലൂൺ ടൈപ്പ് ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ പല വെറൈറ്റികൾ, വെയിൽറ്റെയിൽ ആയിട്ടുള്ളത്, ഗോൾഡ്, നമ്മളെ ഗോൾഡ് ഫിഷിന്റെ ആ ടൈപ്പുള്ള റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ളത് ഒക്കെ ഇപ്പോൾ ഗോൾഡ് മോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും വെറൈറ്റി, 25 വെറൈറ്റി ആദ്യമായിട്ടാണ് ഇത്രയും കാണുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്ന് നമുക്ക് കൊടുക്കാല്ലേ? കോയമ്പത്തൂർ ഉക്കടം റെയിൽവേ സ്റ്റേഷനിൽ അടുത്താണ്. നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു മാക്സിമം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ മാക്സിമം. ഈ മോളീസ് ഒക്കെ നമുക്ക് ഇവിടെ വന്ന് എടുക്കാനായിട്ട് ബെസ്റ്റ്. നമുക്ക് എല്ലാരും ഡയറക്റ്റ് വന്ന് എടുക്കാനാണ് പറയുന്നത്. സെലക്ട് ചെയ്താണെങ്കിലും കൊണ്ടുപോകാം. വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾ ഇന്ത്യ. അത് നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. കേരള, തമിഴ്നാട്, ബാംഗ്ലൂര്, ഹൈദരാബാദ് ഉണ്ട്, പിന്നെ ആന്ധ്രാപ്രദേശ് അവിടെയൊക്കെയുണ്ട്. സ്ഥലത്തേക്ക് ലൈവ് നമുക്ക് കേരളത്തിലേക്കും തമിഴ്നാട്, ബാംഗ്ലൂർ നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാം, മോളീസ് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾ ഇന്ത്യ അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റിലേക്കൊക്കെ ഇവിടുന്ന് കൊറിയർ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മോളി ഫിഷ് ഫാം. ഫാമിന്റെ പേര് DK Aqua. അപ്പോൾ ഇത്രയും പറയാം. നമ്മൾ ഒരുപാട് വെറൈറ്റി ഗപ്പികൾ നോക്കി, ഗപ്പിയുടെ അതുകൊണ്ടാണ് ഗപ്പികൾ നോക്കി വരുന്നത്. ഒരുപാട് വെറൈറ്റി നമ്മൾ മോളീസുകൾ നോക്കി. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന അടിപൊളി എല്ലാവർക്കും